ഞാൻ വന്നിരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഭക്ഷണം തന്നെയാണ്. നമുക്ക് ആ ഒരു കോഴിക്കോട് എന്നുള്ള സ്ഥലം കേൾക്കുമ്പോൾ തന്നെ നല്ല താത്തമാരുടെയും നമ്മുടെ ചേച്ചിമാരുടെയും അനിയത്തിമാരുടെയൊക്കെ ഭക്ഷണം എന്ന് വെച്ചാൽ നമുക്ക് ഒഴിവാക്കാനേ പറ്റില്ല. പ്രത്യേകിച്ച് അരിക്കടുക്ക, ഉന്നക്കായ, മുട്ടസുർക്ക, മുട്ടമാല, ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇവരുടെ വിഭവങ്ങൾ ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്. നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. നോൺ വെജിൻ്റെ ഉസ്താദുമാരാണ് ഇവിടെ ഉള്ളവർ. അപ്പോൾ അങ്ങനെ കുറച്ച് പാചകങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പഠിക്കാനും എൻ്റെ കുറേ പാചകങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് നല്ല ഉഗ്രൻ റെസിപ്പി പരിചയപ്പെടുത്താനായിട്ട് മെഹർ ഇവിടെ എത്തിയിരിക്കുകയാണ്. മെഹർ ഒരു കിടില റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് മെഹറിനോട് സംസാരിക്കാം. ഈസ്റ്റേൺ പച്ചമുളകിലേക്ക് മെഹറിന് സ്വാഗതം. എന്ത് പറയൂ മെഹർ, വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് മെഹർ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്? എന്ത് ഡിഷാണ് ഞാൻ പരിചയപ്പെടുത്താൻ വന്നത്? ഇപ്പോൾ ചിക്കൻ ഡ്രൈ ഓണിയൻ ഫ്രൈ എന്നുള്ളൊരു പ്രൊഡക്റ്റാണ്. ചിക്കൻ ഡ്രൈ ഓണിയൻ ഫ്രൈ പുതിയൊരു നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചത്? ഓക്കെ. മെഹർ എവിടെ വർക്ക് ചെയ്യാണോ? എന്താണ് മെഹറിൻ്റെ പ്രൊഫഷൻ എന്താണ്? ഞാൻ ഒരു ട്രിപ്പിൾ ക്യൂൺസ് എന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ എം ഡി ആണ്. അതിൻ്റെ എം ഡി ആണ്. ഓക്കെ. നമ്മൾ 3 പേര് കൂടിയിട്ട് നടത്തുന്ന ഒരു കമ്പനിയാണ്. 3 പേരും കൂടെ നടത്തുന്ന ഒരു കമ്പനിയാണ്. ഇത് നമ്മുടെ കുക്കിംഗ് ബേസ് ചെയ്തിട്ടുള്ള കുക്കിങ്ങും അതിൽ വരുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ട്. കുക്കിംഗ് ക്യൂൺ ഷെഫ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഈ ചിക്കൻ ഐറ്റാണ്. ചിക്കൻ ആണോ ഏറ്റവും ഇഷ്ടം? അതെ. ഇവിടെ പിന്നെ ചിക്കൻ്റെ അല്ലേ പ്രത്യേകിച്ച് നോൺ വെജ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും നോൺ വെജ് ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ അല്ലേ? അത് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഈ ചിക്കൻ ഓണിയൻ ഫ്രൈ എന്ന് പറയുമ്പോൾ എന്താണ് ഇത് മെയിനായിട്ട് എൻ്റെ ഇൻഗ്രീഡിയൻസ്? അതിൻ്റെ ചിക്കനാണ് മെയിൻ. അതിലേക്ക് കോക്കനട്ടും ഓണിയനും വരുന്നുണ്ട്. കോക്കനട്ട് വരുന്നുണ്ട്. ഞാൻ ആദ്യം ചിക്കൻ ഓണിയൻ ഫ്രൈ എന്ന് കേട്ടപ്പോൾ ഞാൻ ചിക്കൻ റോസ്റ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഫ്രൈ തന്നെയാണത്. അത് ഡ്രൈ ഫ്രൈ ആണ്. പക്ഷേ തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് പാലില്ല, തേങ്ങ തന്നെ മിക്സ് ചെയ്ത്. ഇത് നമ്മുടെ പത്തിരിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ബെസ്റ്റാണ്. പിന്നെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. ഓ ശരി. പിന്നെ മെഹറിൻ്റെ ഫാമിലിയൊക്കെ? ഹസ്ബൻഡ് ഉണ്ട്, അവർ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വീട്ടിലെ അമ്മി, അബ്ബ, സിസ്റ്റർ എല്ലാവരും. മെഹർ മാത്രമേ ഉള്ളൂ ഈ കുക്കിങ്ങിൽ? അതുകൊണ്ട് ഉമ്മ നല്ല കുക്കിംഗ് ആണ്. ഉമ്മയുടെ അടുത്ത് നിന്നാണ് ഞാൻ കംപ്ലീറ്റ് പഠിച്ചിട്ടുള്ളത്. കുക്കിംഗ് ഇൻട്രസ്റ്റ് ആണ്. കുഞ്ഞിലെ തൊട്ട് കുക്കിംഗ് ചെയ്യാറുണ്ടോ? കുഞ്ഞിലില്ല, 10th ഞാൻ ഫസ്റ്റായിട്ട് കുക്ക് ചെയ്തത്. ഓ ശരി. 10th ആയിട്ട് ഞാൻ എല്ലാ സാധാരണ കുക്കിംഗ് അറിയാവുന്ന അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്ന കൊച്ചു പിള്ളേരോടൊക്കെ ഞാൻ ചോദിക്കും. ഒരു 5-6 വയസ്സുള്ള പിള്ളേർക്ക് ഇപ്പം എല്ലാ കുഞ്ഞു പെൺപിള്ളേർക്കും കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ നമ്മളെ പോലെ മടിച്ചുകളായ പെണ്ണുങ്ങളൊന്നും അല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾ നല്ല സ്മാർട്ടാണ് അല്ലേ? കുഞ്ഞിലേ തന്നെ ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന് എൻ്റെ തന്നെ കുറേ പ്രോഗ്രാംസൊക്കെ ഏറ്റവും കുഞ്ഞു കുട്ടികളാണ് കൂടുതലും കാണുന്നത്. അവരൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആവും. നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്കൊക്കെ കുക്കിംഗ് നല്ലപോലെ പഠിപ്പിച്ചു കൊടുക്കുക. കാരണം വെച്ചാൽ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ചായ പോലും ഇടാൻ അറിഞ്ഞൂടാന്ന് പറയുന്നത് അത് എത്ര IPS ഉദ്യോഗമോ എത്ര പദവി ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഇച്ചിരി ഒരു നാണക്കേടാണല്ലേ? അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം എന്തായാലും കാണുക. കുക്കിംഗ് പഠിച്ചു വരുന്നവർക്ക് ഈ പ്രോഗ്രാം ഉപകാരപ്പെടും. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഡിഷാണോ ഇന്ന്? ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പം നമ്മുടെ ചേച്ചിമാരും അനിയത്തിമാരും ആൻറ്റിമാരും ഒക്കെ പേനയും പേപ്പറും ആയിട്ട് റെഡി ആയിട്ടിരുന്നു. നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് മെഹർ കാലുകുത്തുകയാണ്. നമുക്ക് മെഹറിൻ്റെ കൂടെ കൂടാം പാചകം. ഓക്കെ. മെഹറിൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ്. അപ്പം ഒന്നും കൂടെ നമ്മുടെ റെസിപ്പിയുടെ പേര് പറഞ്ഞേക്കാം. ചിക്കൻ ഡ്രൈ ഓണിയൻ ഫ്രൈ. അതെ, ചിക്കൻ ഡ്രൈ ഓണിയൻ ഫ്രൈ കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞു. ചിക്കനാണ് ചിക്കൻ 1/2 kg, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, വലിയ ജീരകം, ഓക്കെ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറി ലീഫ് ഉണ്ട്, പിന്നെ മല്ലിച്ചപ്പ്, സാൾട്ട്, ഗരം മസാല, വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതാണിത്. ഉലുവ, തക്കാളി, തേങ്ങ. എത്ര തേങ്ങ? ഇത് ഒരു മുറി തേങ്ങ ചെരുകിയത്, സവാള വട്ടത്തിൽ മുറിച്ചത്, പിന്നെ 3 നാരങ്ങ. അത് ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഐറ്റമാണ് ഈ കുക്കുംബറും 3 നാരങ്ങ. അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണമായിരിക്കും അല്ലേ? ചിക്കനും ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നമ്മളത് വേവിക്കാൻ വെക്കണം. വേവിക്കാൻ വെക്കണം. അരപ്പൊക്കെ ഓരോ ഐറ്റമൊക്കെ മെഹർ തന്നെ കണ്ടുപിടിക്കുന്നതാണ് വീട്ടിൽ. പുതിയതായിട്ട് ആദ്യമേ പരീക്ഷിച്ചിട്ട് ഭർത്താവിന് ഇത് കൊടുത്ത് ഒരവസ്ഥയിലാക്കി കൊടുക്കും. അമ്മ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കുള്ളൂ. ആരൊക്കെ പറയാം? അമ്മ. അതെ, ഓക്കെ. അമ്മ ഓക്കെ പറയുകയാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് മെഹർ കൊടുക്കാറുള്ളൂ. നമ്മൾ ചെയ്യുന്ന മൃഗീയ പീഡനങ്ങളൊന്നും മെഹർ ചെയ്യാറില്ല. ചിക്കനും അതിലേക്ക് വേണ്ട ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് ടൊമാറ്റോ. ഓ ഇങ്ങനെ തന്നെ ഇടാണ്. ഓക്കെ.
ഇത്രയും ഇതിപ്പോൾ ഒരു ടൊമാറ്റോ ഇട്ടില്ലേ, പുളി കൂടുതലായിരിക്കും ഇത്? ഇല്ല ഇല്ല. ഓക്കെ. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ഇട്ടു. തക്കാളി, ഒരു തക്കാളി സ്ലൈസ് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉപ്പിടുണ്ട്. വേണ്ടത് മുളക് പൊടി വേണം. എനിക്ക് ഉപ്പ് ഒരു വീക്ക്നെസ്, എന്താണെങ്കിലും ഉപ്പ് ഇട്ടില്ലെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി എന്തായാലും വേണം. 2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. 2 ടീസ്പൂൺ മുളക്. ഇത് കാശ്മീരി പൗഡറാണ്, മിക്സാണ്. മിക്സാണ്. അപ്പോൾ ഇച്ചിരി നോർമലും കാശ്മീരി നോർമലും മിക്സാണ്. കാശ്മീരി ആണെങ്കിൽ കൂടെ ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ കളറ് കൂടുതലായിരിക്കും. മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ. പിന്നെ പെരുംജീരകം. അതെ, 2 ടീസ്പൂൺ വേണം പെരുംജീരകത്തിൻ്റെ പൗഡർ. പെരുംജീരകം 2 ടീസ്പൂൺ പെരുംജീരകം. ഒത്തിരി ഇട്ടു, കുഴപ്പമില്ല, രുചി മാറില്ലല്ലോ അല്ലേ? ഇല്ല. നമുക്കിവിടെ നമ്മുടെ മനസ്സിൽ ഓരോ കണക്കുണ്ടല്ലോ, പക്ഷേ മെഹറിൻ്റെ മനസ്സിൽ മെഹറിൻ്റെതായ ഒരു കണക്കൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഈ ഐറ്റം കഴിച്ചിട്ടില്ല. ഇനി മെഹറിൻ്റെ കൈ കൊണ്ടാവട്ടെ. നമുക്ക് ആവശ്യമുള്ള സാൾട്ടും. അതെ അതെ, ഉപ്പ്, പിന്നെ ഉലുവ. അത് ഒരു കുറച്ചിട്ടാൽ മതി. കുറച്ചിട്ടാൽ മതി ഉലുവ. അത് തന്നെ, ഉലുവ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ ഒരു കണക്ക് കൂടിക്കഴിഞ്ഞാൽ ആ ഡിഷ് തന്നെ മോശമാകും. കാരണം കയ്പ്പ് കയറി കഴിഞ്ഞാൽ രുചി ഉണ്ടാവില്ല. പിന്നെ ഗരം മസാല, അതും ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടാൽ. ഹാഫ് ടീസ്പൂൺ ഗരം മസാല, ഹാഫ് ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഒരു 2 അല്ലി കറി ലീഫ് ഇടണം. മെഹർ ഭയങ്കര പിശിക്കുകയാണ് കേട്ടോ. കറി ലീഫൊക്കെ വളരെ ചെറുതായിട്ട് ഇടുന്നുള്ളൂ. നമ്മളൊക്കെ ആണെങ്കിൽ കരിവേപ്പില കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭാര്യ ഇടുക. ഇഡ്ഡലിക്ക് സമാധാനമില്ല കരിവേപ്പിലയും മല്ലിയിലയും കണ്ടാൽ. കാരണം ഈ രണ്ടിൻ്റെയും ഫ്ലേവർ എനിക്കിഷ്ടമാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പൊടികളൊക്കെ അതൊന്നൊരു വെള്ളം വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചിക്കനിലേക്ക് അധികം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ഇത് ഡ്രൈ ആണ്. ഓൾറെഡി ചിക്കനിൽ നിന്നൊരു വെള്ളം വരും. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. നന്നായിട്ട് മിക്സ്. ഇത് എത്ര മണിക്കൂർ വെക്കണം മെഹർ? ഇത് വേവുന്ന വരെ. അതല്ല, ഇത് മാരിനേറ്റ് ചെയ്ത് എത്ര മണിക്കൂർ? അധികം ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. മെഹറിന് കുക്കിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും സൈഡായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്നത്? ഞാൻ ഡിസൈനറാണ്. സർവകലാ വല്ലഭയാണ് കേട്ടോ. ഡിസൈനറാണ്, പാചകക്കാരിയാണ്, കോഴ്സ് ചെയ്യുന്നുണ്ട്, ഡിസൈനർ വേഴ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. സെയിൽ ചെയ്യുന്നുണ്ട്. ഹാവ് എ ബൊട്ടീക്ക്. ബൊട്ടീക്ക് തന്നെ സ്വന്തമായിട്ട് മെഹറിന്റെ പേരിലുണ്ട്. എന്താ ബൊട്ടീക്കിന്റെ പേര്? ഹസ. ഓക്കെ. അപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഗ്യാസിലേക്ക് വെക്കാം. ഇനി ഇത് ഇങ്ങനെ മൂടിയുള്ള ഒരു പാത്രത്തിൽ വെക്കുക. ഇതിന് ഇതിനകത്ത് കിടന്ന് നല്ലപോലെ കുക്കാവണം. ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങണം അല്ലേ? വെള്ളം വന്ന് അത് ഫുള്ള് ഡ്രൈ ആവണം. ആ വെള്ളം വറ്റണം. അതുവരെ അതിനകത്ത് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ പണികളുണ്ട്. ഓക്കെ, എന്താ ഇനി കോക്കനട്ട് ഒന്ന് തേങ്ങ ഒന്ന് വറുക്കുകയൊക്കെ ചെയ്യണം. അപ്പം അതിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അത് ആ സമയം കൊണ്ട് ഈ ചിക്കൻ റെഡിയാവും. തേങ്ങ ഇതിലേക്ക് മുഴുവനും വേണമല്ലോ അല്ലേ? അത് ഫുള്ളും എടുക്കാം. അപ്പോൾ ഒരു മുറി അല്ലേ? ഇപ്പോൾ തേങ്ങ ചെറുകിയത് മൊത്തമായിട്ട് ഒരു പാനിലേക്ക് മാറ്റി കുറച്ച് സാൾട്ട് ഇടണം, കുറച്ച് ഉപ്പിടുക, കുറച്ച് രുചിക്ക് ഉപ്പിടുക. ഓക്കെ. തീ കുറയ്ക്കണം കുറച്ച്. ശരി, ഈ തേങ്ങ എന്ന് വറക്കണോ നമ്മൾ? ഒത്തിരി നമുക്ക് എങ്ങനെ ഈ തീയിലിനൊക്കെ വറക്കുന്ന പോലെ അത്ര വേണ്ട, ചെറിയൊരു ബ്രൗൺ ആയാൽ മതി. തേങ്ങയുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറണമായിരിക്കും അല്ലേ? അപ്പോൾ ഇത് ചിക്കൻ ഒരു തേങ്ങ ഒക്കെ ഇട്ടുള്ള ഒരു ചിക്കനാണ്. അപ്പോൾ അതിന് വേറെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ സാധാരണ ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്, കാരണം റോസ്റ്റിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഉണ്ടാക്കുമ്പോഴത്തേനും തേങ്ങ നമ്മൾ ആഡ് ചെയ്യാറില്ല അല്ലേ? തേങ്ങ ഇടുമ്പോൾ കുറച്ചുകൂടെ ഗ്രേവി ഉണ്ടാവും. ഓക്കെ, ഗ്രേവി കുറച്ചും കൂടെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ മസാലകളൊന്നും ചേർക്കണ്ടല്ലോ അല്ലേ? മസാലകളൊക്കെ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. കുക്കിംഗ് പഠിപ്പിക്കാറുണ്ടോ? പഠിപ്പിക്കാറൊന്നുമില്ല. ആരും ഇതുവരെ കുക്കിംഗ് പറഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. കസിൻസ് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും. എനിക്ക് അതിനായിട്ടൊരു ബുക്ക് ഉണ്ട്, അതെടുത്ത് കൊടുക്കുക ചെയ്യാം. ബുക്ക് എഴുതിയിട്ടുണ്ട്? ഞാൻ തന്നെ നോട്ട്ബുക്ക്. ശരി. പാചകം അറിയാവുന്ന എല്ലാം ഒരു ബുക്കിൽ ട്രൈ ആക്കും ആദ്യം, എന്നിട്ട് എഴുതി വെക്കും. നല്ലതാണെങ്കിൽ മാത്രം എഴുതി വെക്കും. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ മെഹറിൻ്റെ ഹസ്ബൻഡ് ഒരു നല്ല കുക്കാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി.
പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് കുക്കിങ്ങിലാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു നമ്മുടേതായ ഒരു ടാലൻറ്റ് തെളിയിക്കണമെങ്കിൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എന്തായാലും ഉണ്ട്. നമുക്ക് മെഹറിനെ കാണുമ്പോൾ തന്നെ അറിയാം, മെഹറിൻ്റെ ഫുൾ ഫാമിലി സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. കാരണം മെഹർ ബൊട്ടീക്ക് നടത്തുന്നു, അതിൻ്റെ ഇടയ്ക്ക് മെഹറിന് കുക്കിങ്ങിൻ്റെതായ, പിന്നെ അതിൻ്റെ ഒരു കമ്പനീൻ്റെ അല്ലേ, എൻ്റെ ട്രിപ്പിൾ ക്വീൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വൺ ഓഫ് ദി MD ആണ് മെഹർ. അപ്പം എങ്ങനെ ഈ സമയം രാവിലെ എണീറ്റ് വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ ഓടുമായിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ മടിച്ചുകളായിട്ട് വീട്ടിലിരിക്കുന്ന വേണമെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാവും. ഓരോ പെണ്ണുങ്ങളൊക്കെ വീട്ടിലിരുന്ന് എല്ലാം പയറ്റുക. നമ്മളെപ്പോലെ ഫുൾ ടൈം TV സീരിയലിന് മുന്നിലിരിക്കുന്ന പെൺപിള്ളേർ മാത്രം ആവരുത് കേട്ടോ, അല്ലേ? ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ചിക്കന്. വെള്ളം അങ്ങോട്ട് വന്നില്ലല്ലേ. ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, നമ്മൾ ഒട്ടും തന്നെ എണ്ണ ഒഴിച്ചിട്ടില്ല ഈ ചിക്കനിലേക്ക്. ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് ഇത് അതേപടി പാനിലേക്ക് ഇടുകയാണ് ചെയ്തത്. കുറച്ച് ഹെൽത്തിയാണ് അല്ലേ അധികം. പിന്നെ ഈ തേങ്ങ അറിയാമല്ലോ, തേങ്ങ ഇടുന്നതിൻ്റെ തന്നെ ഉണ്ട്. ഈ തേങ്ങ ചേർക്കുമ്പോൾ അത് കുറച്ചുള്ള എണ്ണ ചേർത്താൽ മതി, കാരണം ഓൾറെഡി തേങ്ങ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്. അടച്ചു വയ്ക്കാം. ഓക്കെ. പിന്നെ നമ്മളിത് അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ വറുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാനുള്ളത്. ഓ ദാറ്റ്സ് വാട്ട്. അതിലേക്ക് അപ്പോൾ ഇച്ചിരി ക്രിസ്പിനെസ് ആവണം തേങ്ങ. നമ്മുടെ തേങ്ങ ഏകദേശം പാകമായി, ഏകദേശം ഈ ഒരു ഗോൾഡൻ കളറിൽ അങ്ങോട്ടേക്ക് ഞാൻ ചേർക്കാൻ പറയാം. ഈ ഒരു ഗോൾഡൻ കളറിലായിരിക്കുമ്പോൾ നിർത്തണം, സ്റ്റോപ്പ് ആക്കുക. ഇതിന്ന് തിൻ്റെ ചേർത്താൽ മതി. ഇപ്പം തന്നെ ഇതിനകത്ത് ചേർക്കണോ? വേണ്ടല്ലോ, തണുത്ത് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ തേങ്ങ ഏകദേശം ഫ്രൈ ചെയ്ത് നമ്മൾ പാകാക്കി മാറ്റി വെച്ചു. അതിനുശേഷം ഈ ചിക്കൻ വെന്തതിന് ശേഷം ഈ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർക്കാനാണ് മെഹറിൻ്റെ പരിപാടി അല്ലേ? കറക്റ്റ് അല്ലേ? ചിക്കനിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിക്കും. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും ചിക്കനിലേക്ക്. നമ്മൾ ഇതുവരെ ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഒരു 2 ടീസ്പൂൺ അല്ലേ, നമ്മളിപ്പോൾ 2 ടീസ്പൂണിൽ കൂടുതലിട്ടു അല്ലേ? 2 ടീസ്പൂൺ വലിയ ടീസ്പൂൺ 2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി എന്നാണ് മെഹർ പറഞ്ഞത്. നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടു. എനിക്കത് സിമ്പിളാണ്, ഒത്തിരി പാടൊന്നുമില്ല. നമ്മൾ നേരത്തെ തന്നെ പൊടികളൊക്കെ മാരിനേറ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ അടുപ്പത്ത് മൂടി വെക്കുക. എണ്ണ തീരെ ഒഴിച്ചിട്ടില്ല. എരിവ് എനിക്ക് തോന്നുന്നു ആ മുളക് പൊടിയുടെ എരിവും പിന്നെ 2 പച്ചമുളക് മെഹറിച്ചിട്ടുള്ളൂ. ഇനി എരിവ് വേണ്ടവർക്ക് അല്ലേ? പിന്നെ നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടി ഇട്ടിട്ടില്ല അല്ലേ? പെപ്പർ ഇടാത്ത ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അല്ലേ? അതെ, ചിക്കൻ ഡ്രൈ ഓണിയൻ ഫ്രൈ. അതെ, വേറെ പലതവണ പറയുന്നുണ്ട് ചിക്കൻ ഡ്രൈ ഓണിയൻ ഫ്രൈ. എനിക്ക് ആ ചിക്കൻ ഡ്രൈ ഓണിയൻ ഫ്രൈ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചല്ലേ, അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് 2 തവണ. ചിക്കൻ ഡ്രൈ ഫ്രൈ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. നമ്മൾ ഓരോ റെസിപ്പി കണ്ടുപിടിക്കും, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള നെയിംസ് ഇടും. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു നെയിം ഇട്ടുകൊണ്ട് തന്നെ പലതവണ ചോദിച്ചു വേറെ കൊണ്ട്. ഇപ്പം ചിക്കനൊക്കെ ഏകദേശം കുക്കായി വരണുണ്ട്. ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ കേൾക്കണം. അതെ, നല്ല പോലെ വറ്റണം എന്നാണ് പറയുന്നത്. അതിന് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് നല്ല പെരണ്ടെടുത്തിരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ? അത് പത്തിരിൻ്റെ, നിങ്ങളുടെ പത്തിരിൻ്റെ കൂടെ ഇതൊരു നല്ല കറിയാണല്ലോ. എന്താ പറയാതെ? ചപ്പാത്തിയാണ് ഏറ്റവും ബെസ്റ്റ്. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോഴിക്കോട് വന്നിട്ട് നിങ്ങൾ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. ഞാൻ പത്തിരിൻ്റെ നാടാണിത്. അപ്പോൾ എന്താ നൈസ് പത്തിരി നിങ്ങളുടെ ഉണ്ടാക്കുന്ന പത്തിരി. ഞാൻ നമ്മുടെ ഇവിടെയൊക്കെ പത്തിരി ചുറ്റിക്കൊണ്ട് അടിക്കണം ഒരു പത്തിരി കഴിക്കണമെങ്കിൽ. സത്യമായിട്ടും നമ്മുടെ പത്തിരിയൊക്കെ കഴിക്കണമെങ്കിൽ നമ്മുടെ കോഴിക്കോട് തന്നെ വരണം. ഒത്തിരി പത്തിരികൾ തന്നെ വെറൈറ്റി ഉണ്ടല്ലോ അല്ലേ? ഞാൻ തന്നെ ഇന്നലെ പോയി കഴിച്ചത് കണ്ണച്ചപ്പത്തിരി. കണ്ണച്ചപ്പത്തിരി ഇത് പറ്റും. അത് ചപ്പാത്തിന്റെ മാവ് കൊണ്ട് തന്നെ. പിന്നെ അരിപ്പത്തിരി. അല്ലാത്ത നൈസ് പത്തിരി ഈ അരി കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സാധനമല്ലേ? അരിപ്പത്തിരി വേറൊരു കട്ടിയുള്ള ടൈപ്പ് ഉണ്ട്, പച്ചപ്പത്തിരി ഉണ്ട്. പത്തിരികൾ തന്നെ വെറൈറ്റികൾ. നമ്മൾ ഇച്ചിരി നമ്മുടെ ചിക്കൻ ഡ്രൈ ഫ്രൈ ഓണിയന് കുറച്ച് ഗ്ലാമർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിങ്ങിനായിട്ട് കുക്കുംബർ അത് ഈ രീതിക്ക് അരിയാണ്. കാരണം എന്താണെങ്കിലും പ്രസൻറ്റേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ്. അത് എന്ത് ഭക്ഷണത്തിനാണെങ്കിലും നമ്മളത് പാകം ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ കഴിക്കാൻ തോന്നണം. അതൊരു ഭംഗിക്ക് അല്ലേ? ഇപ്പോൾ കുക്കുംബർ ഇങ്ങനെയാണെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പീലറിൽ അല്ലേ പീൽ ചെയ്ത് നല്ല തിൻ സ്ലൈസ് ആയിട്ട് നല്ലപോലെ ഒരു സാലഡ് പോലെ ഉണ്ടാക്കി ലെമണൊക്കെ പിഴിഞ്ഞ് ഒരു സാലഡ് പോലെ ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ പ്രസൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് തന്നെ വരികയാണ് ഇനി. അത് ഏകദേശം നല്ലപോലെ അല്ലേ, നല്ലപോലെ വറ്റിയല്ലേ? നല്ല എന്താ പറയുന്നത്, അതിൻ്റെ ഗ്രേവിയൊക്കെ അതിൽ പൊതിഞ്ഞ്
എക്സ്ട്രാ ആയിട്ടുള്ള വെള്ളം എല്ലാം വറ്റി നമുക്ക് നമ്മൾ ഇതിലേക്ക് തേങ്ങ ഫ്രൈ ചെയ്ത് അതിലേക്ക് ജസ്റ്റ് ചുമ്മാ ആഡ് ചെയ്യുവാണ്. ഞാൻ എടുക്കാം. അപ്പോൾ ഈ തേങ്ങാക്കൂട്ട് ഇതിലങ്ങ് പൊതിഞ്ഞ് കിടന്നോളൂ അല്ലേ? ഒരു ശകല വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം എന്നാണ് മെഹർ പറയുന്നത്, ഒരു ടേസ്റ്റിന്. ഏകദേശം നല്ലൊരു എന്താ പറയുന്നത്, ഇതൊരു ചിക്കൻ തോരൻ പോലെയൊക്കെ വന്നല്ലേ. ഇനി കുറച്ചുകൂടെ കറി ലീഫ് യൂസ് ചെയ്യാം. കുറച്ച് കറി ലീവ്സും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. എണ്ണ ഒഴിച്ചല്ലോ അല്ലേ? ഏകദേശം സെറ്റായി നമ്മുടെ കറി. അപ്പോൾ ഈ തേങ്ങ നമ്മളിപ്പോൾ അങ്ങോട്ട് ഇട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ആ ഒരു കോക്കനട്ടിൻ്റെ ഫ്ലേവറും കൂടി ഇതിനകത്ത് വരട്ടെ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇതിടാം. അപ്പോൾ അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയൊക്കെ മെഹറിട്ടു. ഇനി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ട് സവാള ഇതിനകത്തേക്ക് സവാള ഇടാം. വട്ടത്തിലേക്ക് ഇതിട്ടിട്ട് നമ്മൾ ഇളക്കണോ? ഇനി സവാള ഇങ്ങനെ എനിക്കൊന്ന് ഒരു ഭംഗിക്കാൻ തോന്നി, ഇങ്ങനെ റിംഗ് ആയിട്ട് അല്ലേ? അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി അതിൽ വരാനുണ്ട് ചിക്കനിൽ. അപ്പം എങ്ങനെ വേണം ഒരു സവാള? എനിക്ക് ഇഷ്ടമുള്ള പോലെ സവാള ഇടുക. ഉള്ളി ഇതിനകത്ത് സവാള ആഡ് ആവണമെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആദ്യം ഒന്ന് ചുവന്നുള്ളി ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ലൈം സ്ക്വീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് നമുക്ക് ചെയ്യാം. ഒന്നും ചെയ്യണ്ട, നാരങ്ങ പിഴിഞ്ഞിട്ട് ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രൈ ഫ്രൈ ഓണിയൻ തയ്യാറായി. വേണ്ടേ, അത് ഷിഫ്റ്റ് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ ഡിഷ് ഇവിടെ റെഡിയാണ്. കുക്കുമ്പൊക്കെ സ്ലൈസ് ചെയ്ത് നല്ല ഗ്ലാമർ ആക്കുന്നുണ്ട് മെഹർ. അപ്പം നമ്മുടെ ഡിഷ് പാകമായിരിക്കണം. നമുക്ക് നമ്മുടെ ചിക്കൻ ഡ്രൈ ഫ്രൈ ഓണിയൻ ഈ പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി മല്ലിയിലയൊക്കെ വെതറി ഭംഗിയാക്കണുണ്ട്. ഓക്കെ, മെഹറിൻ്റെ ചിക്കൻ ഡ്രൈ ഫ്രൈ ഓണിയൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് തീർന്നിട്ടില്ല, ടേസ്റ്റ് ചെയ്യണ്ടേ? ഫോളോ മീ ബാബാ. ഐ നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മെഹറിൻ്റെ ചിക്കൻ ഡ്രൈ ഫ്രൈ ഓണിയൻ അല്ലേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല എന്താ ടേസ്റ്റ്? നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അരപ്പൊക്കെ നല്ല നല്ല സ്പൈസി, പ്രത്യേകിച്ചൊന്നും പറയണ്ട. കൈ തന്നെ കൈ കടിക്കണ്ടേ? സാധാരണ നല്ല കൈപ്പുണ്യമുള്ളവരുടെ കൈ കടിക്കണത്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ്. ഞാനിതുവരെ സാധാരണ ചിക്കൻ തോരനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇത് അതിലുമൊക്കെ നല്ല വെറൈറ്റി, എല്ലാം ഒരു അരുചി ഒന്നിനുമില്ല, നല്ല എല്ലാം കറക്റ്റ് ഒന്നുമില്ല. മെഹർ ഹാറ്റ്സ് ഓഫ്. നല്ല നല്ല ഡിഷസുകൾ ഇനിയും മെഹർ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. നല്ല കൈപ്പുണ്യമുണ്ട്. ഇത് നല്ലൊരു പ്രൊഫഷനായിട്ട് എടുക്കണം. മെഹറിന് ഈസ്റ്റേണിൻ്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റാണ്. ഓൾ ദി ബെസ്റ്റ് മെഹർ. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് മെഹർ നമുക്ക് പരിചയപ്പെട്ടത്. നെക്സ്റ്റ് എപ്പിസോഡിൽ നല്ലൊരു കിഡിലെ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ബൈ.